സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനേ ഈ പാക്കറ്റുകളിൽ കിട്ടും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഞുറുക്ക് ഗോതമ്പുണ്ടല്ലോ, ഞുറുക്ക് ഗോതമ്പ്. പണ്ട് നമ്മൾ ഈ ഞുറുക്ക് ഗോതമ്പൊക്കെ സ്കൂളുകളിൽ മഞ്ഞപ്പൊടിയും ചോളമൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിന്ന് ഈ ഞുറുക്ക് ഗോതമ്പ് വെച്ച് നമുക്കൊരു ചോളം തയ്യാറാക്കാം. ചിലർ വെള്ളത്തിലിട്ട് ദോശ ഉണ്ടാക്കും, കഞ്ഞി ഉണ്ടാക്കും. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് ഇതൊരു പിന്നെ നല്ല ഇതായിട്ട് ഫ്രഷായിട്ട് വരുന്നതാണ്. നമുക്കൊന്ന് കുതിരാൻ വയ്ക്കാം. അപ്പം നല്ലതുപോലെ ഇതൊന്ന് കുതിർന്ന് വരണം. ഒരു 10-20 മിനിറ്റോളം ഇരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ അപ്പം ഉപ്പുമൊക്കെ ചേർത്ത് ഇതൊന്ന് നല്ലപോലെ വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് കുതിരാൻ വയ്ക്കണം. അതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അത്രയ്ക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. ഇത് വെച്ച് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു സ്റ്റീമറാണ്, ഇഡ്ഡലി പുഴുങ്ങുകയും ചെയ്യാം. നമുക്ക് അടുപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് നല്ലതുപോലെ ചൂടായി വരട്ടെ. അതിന് ശേഷം ഞാനൊരു കോട്ടൺ തുണി നനച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിയിൽ നിന്ന് വെള്ളം ഉയർന്ന് ഇതിനകത്തോട്ട് വരുത്തുമില്ല. ഇത് ഫ്രഷായിട്ട് ഈർപ്പത്തോടെ തന്നെ നല്ലതായിട്ടിത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ആ തുണി നമ്മൾ ഇടുമ്പം വളരെ ശ്രദ്ധയോടെ വേണം. കാരണം സ്റ്റൗവിനകത്താണ് വെക്കുന്നത്. അപ്പോൾ ഈ തുണിയുടെ അറ്റമൊന്നും ഒരു കാരണവശാലും തീയൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുതിർന്നിരിക്കുന്ന പിന്നെ ഞുറുക്ക് ഗോതമ്പ് കുതിർന്നിരിപ്പുണ്ട്. നമുക്കത് ഇതിനകത്തോട്ട് മൊത്തം സെർവ് ചെയ്യാം. കാരണം ഇത് നല്ലതുപോലെ വേവണം. ഇനി ഞാൻ ഒരു മുറി തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം തേങ്ങ ചേർക്കാം. അപ്പം ഞാൻ ഇച്ചിരി കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയൊക്കെ നമുക്കൊന്ന് നല്ലതുപോലെ ഇതിൻ്റെ മുകളിലോട്ടിടാം. നല്ലതുപോലെ ഇട്ടിട്ട് നല്ലതുപോലെ ഇത് അടച്ച് വെച്ച് നമുക്ക് ആവിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. നമുക്കിനി ഇത് അടയ്ക്കാം. ഇത് ആവി വരട്ടെ. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, കാരണം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പം നല്ലതുപോലെ ഇത് ആവി വരട്ടെ. കാരണം ഇത് കുതിർന്ന് കിട്ടുമ്പോൾ അത് തന്നെ ഈ ആവി വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. നല്ലതുപോലെ ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി വയ്ക്കാം. നല്ലതുപോലെ ഈ കോട്ടൺ തുണിക്കകത്തും കൂടെ ആയതുകൊണ്ടും ഏറ്റവും ബെറ്ററായിട്ടത് വെന്ത് കിട്ടും. എല്ലാവർക്കും പ്രത്യേകം കറിയൊന്നും വേണമെന്നില്ല, ഇതിന് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാം, കോരി കഴിക്കാം. അപ്പം ഇത് ഏകദേശം എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കാം. പിന്നെ അതിന് ശേഷം വേണം നമുക്ക് ഇനി ഒരു ചെറിയൊരു ട്രിക്ക് കൂടെ ഉണ്ട്. ഇതിങ്ങനെ ആവി കയറ്റി എടുത്തതിന് ശേഷം അത് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടച്ച് അത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് തേങ്ങയൊക്കെ മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗത്തിൽ ഈ തുണിയോടെ തന്നെ നമുക്ക് എടുക്കാമേ. ഈ കോട്ടൺ തുണിയോടെ തന്നെ ഒരുമിച്ച് നമുക്ക് എടുക്കാം. വളരെ ശ്രദ്ധയോടെ എടുത്താൽ മതി. കോട്ടൺ തുണി കൊണ്ട് പോകത്തൊന്നുമില്ല. നമുക്കിപ്പോൾ ഈ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് വെക്കാം. പെട്ടെന്ന് തന്നെ അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആക്കിയെടുക്കാം. കാരണം ഒരുമിച്ചിങ്ങി പോരും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ കഴിക്കാവുന്നവർക്ക് കഴിക്കാം. അല്ല പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ബട്ടറൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാം. അത് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എന്താണ്ട് ഇതൊന്ന് റെഡിയാക്കി വെക്കട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. തേങ്ങയൊന്നും നമ്മൾ പണ്ട് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തേങ്ങയൊന്നും ചേർത്തൊന്നും അല്ല അവർ ചെയ്യുന്നത്. ഇനി ഞാനൊരു കടായി അടുപ്പി വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നെയ്യാണ് അതിനകത്ത് ഇടുന്നത്. അപ്പം നമുക്ക് ഇത് നെയ്ക്കകത്തൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ നെയ്ക്കകത്ത് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ഉരുകി വരട്ടെ. ഞാൻ 1-2 ചെറിയ ഉള്ളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അതിനകത്തോട്ട് നമുക്ക് ഈ നെയ്യൊക്കെ ഒന്ന് ഉരുകി ചൂടായിട്ടുണ്ട്. നമുക്ക് ആ ചെറിയ ഉള്ളി ഒന്ന് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഞാൻ ഇച്ചിരി കരിവേപ്പിലയും കൂടെ ചേർക്കുന്നുള്ളൂ. അപ്പം ഈ ഉള്ളി നല്ലപോലെ ഒന്ന് ഇതിനകത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ശരിക്കും ഇല്ലല്ലോ, അതിൻ്റെ ആവി വരുന്നുണ്ട്, നല്ല മണമുണ്ട്. അങ്ങനെ തന്നെ വാരി കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ഇതൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വരുന്നു. ഇനി കറിവേപ്പിലയും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ഇത് മൂക്കാതെ കരിവേപ്പില ഇടാനൊക്കത്തില്ല. അപ്പോൾ കറിവേപ്പില ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറിവേപ്പിലയും കൂടി ഇടാം. അതിന് ശേഷം ഇതും കൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആവിയിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഞുറുക്ക് ഗോതമ്പ് തേങ്ങയൊക്കെ ആയിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തൊന്ന് ഇളക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഞുറുക്ക് ഗോതമ്പുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് രുചികരമായൊരു സാധനമാണ്. കാരണം ഒരു വെറൈറ്റി ആയിക്കൊള്ളട്ടെ എന്ന് കരുതി. കാരണം ഇത് ഏറ്റവും ബെറ്ററാണ് കേട്ടോ. സൂചി ഗോതമ്പിൻ്റെ ഞുറുക്കും കൂടെ ആണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. സാധാ ഗോതമ്പിൻ്റെ ആയാലും ഏറ്റവും രുചികരമാണ്. നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക്സ്.